MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. എറിക് ടെൻ ഹാഗ് അയാക്സിലേക്ക് വീണ്ടും പരിശീലകനായി എത്തിയേക്കും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ മോശം കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ ബ്രേക്കിൽ ഇരിക്കുന്ന എറിക് ടെൻ ഹാഗ് തന്റെ മുൻ ക്ലബായ അയാക്സിലേക്ക് വീണ്ടും പരിശീലകനായി തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. ഏകദേശം 3 വർഷം മുമ്പ് ആണ് അദ്ദേഹം അയാക്സ് വിട്ടുപോയത്. ഫ്രാൻസിസ്കോ ഫാരിയോളി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് ആണ് ടെൻ ഹാഗ് വീണ്ടും ചുമതലയേൽക്കാൻ സാധ്യത ഉള്ളത്. ടെൻ ഹാഗുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അയാക്സിന്റെ ടെക്നിക്കൽ ഡയറക്ടർ അലക്സ് ക്രോസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ടെൻ ഹാഗ് ഇതുവരെ മറ്റൊരു മാനേജറും സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല. 2018-നും 2022-നും ഇടയിൽ ടെൻ ഹാഗ് അയാക്സിനെ ഒരു യൂറോപ്യൻ ശക്തിയാക്കി മാറ്റിയിരുന്നു. 3 ലീഗ് കിരീടങ്ങൾ നേടുകയും 2019-ൽ UEFA ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു. ഈ സീസണിൽ അയാക്സിനെ നയിച്ച ഫാരിയോളി ക്ലബ് മാനേജറുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആണ് ഇപ്പോൾ അയാക്സ് രാജിവെച്ചിട്ടുള്ളത്. മികച്ച തുടക്കമുണ്ടായിട്ടും സീസണിന്റെ അവസാന ഘട്ടത്തിൽ അയാക്സിന് 9 പോയിന്റ് ലീഡ് നഷ്ടപ്പെടുകയും PSVന് പിന്നിൽ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. കിരീടം നഷ്ടപ്പെട്ടതുകൊണ്ടും അല്ല, മറിച്ച് ക്ലബിന്റെ കാഴ്ചപ്പാടുമായി ഒത്തുപോകാത്തതുകൊണ്ട് ആണ് ഫാരിയോളി രാജിവെച്ചത് എന്നാണ് ഇറ്റാലിയൻ പരിശീലകനായിട്ടുള്ള ഫാരിയോളി പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.